വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ ഏറ്റവും വലിയ ബാധ്യത വരുന്നത് പിഴപ്പലിശ മൂലമാണ്. ഓരോ ബാങ്കുകളും ഓരോ വിധമാണ് ഇത് ഈടാക്കുന്നത്. എങ്ങനെയായാലും വലിയ തുക തിരിച്ചടക്കേണ്ടി വരും. അതിലും വീഴ്ച വന്നാൽ ജപ്തിയായി, മറ്റ് നടപടികളായി. പലപ്പോഴും ബാങ്ക് വായ്പകൾ സംബന്ധിച്ച വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഇതെല്ലാമായി ബന്ധപ്പെട്ടാണ്. അതിന് ഒരു പരിഹാരം വരികയാണ്. ഈ വർഷം പുതുവത്സര ദിനത്തിൽ പുതിയ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ജനുവരി 1 മുതൽ എടുത്ത വായ്പകൾക്ക് പിഴപ്പലിശ ഈടാക്കരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇത്. നിലവിലെ വായ്പകൾക്ക് തൽക്കാലം ഇത് ബാധകമല്ല. ജൂൺ മുതൽ മാത്രമേ ഇപ്പോഴുള്ള വായ്പകളിൽ പിഴപ്പലിശ ഈടാക്കാതിരിക്കൂ. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ കുടിശ്ശിക വരുത്തിയാൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക ഈടാക്കാനാണ് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പിഴപ്പലിശയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ തുകയായിരിക്കും. നിലവിൽ തിരിച്ചടവ് മുടങ്ങിയാൽ പലിശ നിരക്കിന് മേലാണ് പിഴപ്പലിശ ചുമത്താറുള്ളത്. ഇതുതന്നെ ശാസ്ത്രീയമല്ലെന്ന് വലിയ പരാതികളുമുണ്ട്. പല കേസുകളും ഇപ്പോഴും കോടതിയിൽ തുടരുകയുമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം വായ്പയെടുത്തയാൾക്ക് ഒരു തിരിച്ചടവ് മുടങ്ങിയാലും വലിയ ബാധ്യതയുണ്ടാകില്ല. പലിശയിലേക്ക് പുതിയതായി ഒരു അധിക നിരക്കും ചേർക്കില്ല. പിഴപ്പലിശ തോന്നുംപടി ഈടാക്കുന്നതിലൂടെ ബാങ്കുകൾ ഇതൊരു വരുമാന മാർഗമായി കാണാറുണ്ട്. അതിനാണ് മൂക്കുകയറി വീഴുന്നത്. എന്നാൽ പിഴത്തുക എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബാങ്കുകൾക്കാണ്. ഇത് മാത്രമല്ല, വേറെയും ചില പരിഷ്കാരങ്ങൾ റിസർവ് ബാങ്ക് വരുത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്ക് പുതുക്കി നിശ്ചയിക്കുമ്പോൾ പലപ്പോഴും പലിശയിൽ മാറ്റം വരുന്നത് ബാങ്കുകൾ ഇടപാടുകാരെ അറിയിക്കാറില്ല. ഇവിടെ സംഭവിക്കുന്ന സാധാരണമായ ഒരു കാര്യമുണ്ട്. പലിശ നിരക്ക് കൂടിയാൽ EMI തുക വർദ്ധിപ്പിക്കാതെ ബാങ്കുകൾ സ്വന്തം ഇഷ്ടപ്രകാരം കാലാവധി കൂട്ടാറുണ്ട്. ഇത് പാടില്ലെന്നാണ് റിസർവ് ബാങ്കിന്റെ മറ്റൊരു നിർണായക ഉത്തരവ്. പലിശ കൂടുമ്പോൾ EMI വർദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഇടപാടുകാരന് തിരിച്ചറിയാനാകില്ല. സാധാരണഗതിയിൽ പലിശ കൂടിയാൽ EMI ആണ് വർദ്ധിപ്പിക്കേണ്ടത്. അതിനു പകരം ബാങ്ക് നടത്തുന്ന ചെപ്പടി വിദ്യയ്ക്ക് ഇതോടെ പൂട്ടുവീഴും. ഫിക്സഡ് റേറ്റ് പലിശയിലേക്ക് വായ്പ മാറ്റാൻ ഒരു സംവിധാനമുണ്ട്. ഇത് പലപ്പോഴും ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകാറില്ല. അതുമാത്രമല്ല, ഇനി പലിശ കൂടിയാൽ EMI ആണോ കാലാവധിയാണോ മാറ്റേണ്ടതെന്ന് ഇടപാടുകാരന് തീരുമാനിക്കാം. ഫ്ലോട്ടിംഗ് പലിശയിൽ നിന്ന് ഫിക്സഡ് റേറ്റ് പലിശയിലേക്ക് വായ്പ എപ്പോൾ വേണമെങ്കിലും മാറ്റുകയുമാകാം. പലരും വായ്പ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ പണം വരുമ്പോൾ കാലാവധി തികയും മുമ്പേ വായ്പ ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും ബാങ്കുകൾ സമ്മതിക്കാറില്ല. അതും മാറ്റണമെന്നാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. വായ്പ എടുത്തയാൾക്ക് എപ്പോൾ വായ്പ മുഴുവനായോ ഭാഗികമായോ അടച്ചു തീർക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് സാധിക്കും. ഒരു നിശ്ചിത ഫീസ് ഇക്കാര്യത്തിൽ ബാങ്കുകൾക്ക് തീരുമാനിക്കാം. ഇനി 3 മാസത്തിലൊരിക്കൽ വായ്പ എടുത്തവർക്ക് വായ്പയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകണം. ഇതിൽ മുതലും പലിശയുമായി തിരിച്ചടച്ച തുക, EMI തുക, ബാക്കി തിരിച്ചടവ് തവണകളും തുകയും, ഈടാക്കുന്ന പലിശ നിരക്ക് എന്നിവ വ്യക്തമാക്കിയിരിക്കണം. ബിസിനസ് ഇതര വായ്പകൾക്ക് ബിസിനസ് വായ്പകളെക്കാളും അധികം തുക പിഴത്തുക ഈടാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പിഴത്തുക വിവരങ്ങൾ വായ്പാ കരാറിലും ബാങ്കിന്റെ വെബ്സൈറ്റിലും വ്യക്തമാക്കിയിരിക്കണമെന്നും റിസർവ് ബാങ്കിന്റെ വിജ്ഞാപനത്തിലുണ്ട്.